വലിയ മുറം, നമ്മുടെ അരിയൊക്കെ പേറ്റാനെടുക്കുന്ന എന്താ നമ്മുടെ കുരുമുളകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേറ്റാനെടുക്കുന്ന മുറമാണിത്. ഇത് ചെറിയ മുറം. നമ്മൾ ഇതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ ഇന്ന് വീഡിയോ പിടിക്കുന്നത്. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ചെറുത്. ഇതിൽ ചെറിയ ചെറിയ കുറേ കൊട്ടകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പുറ സൈഡില് ഇപ്പുറ സൈഡില് ഏതൊക്കെ വേളയാ? അടുക്കത്തെ ഒരു വേള, തെനായിരുന്നു മേടയിന്ന് മറം, ചെറിയ മറം. ഓക്കെ, ഹലോ ഗൈസ്, ഇത് വേണമെങ്കിൽ കണ്ടുപഠിച്ചോട്ടോ. ഇത് 2 വേള, ഇവിടെ 3 വേള നടക്കുക. ഇങ്ങനെ ശരി 2 വേള, ഇതിന്റെ സൈഡിൽ 2 വേള വീതം, നടുക്ക് 3 വേള. വേള അങ്ങനെ കരിമ്പുള്ളിയുടെ സൈഡ് എടുത്ത് കളയണം, ഇല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയുന്നതാണ്. തീറ്റയുടെ പുറത്തുള്ള സംഭവമാണ് ഈ കരിമ്പുള്ളി എന്ന് പറഞ്ഞ സാധനം. ഇത് കൈയൊക്കെ മുറിയും. ഇതുണ്ടോ, അതേപോലെ അതിൻ്റെ കരിമ്പുള്ളിയുടെ അച്ചൊക്കെ എടുത്ത് കളയണം. ഇങ്ങനെയാണ് വേള പൊടിച്ചെടുക്കുന്നത്. തന്നെയാണ് വേളയും പൊടിച്ചെടുക്കുന്നത്. കരിമ്പുളി ഇപ്പൊ കട്ടിയുള്ളതായതുകൊണ്ട് കളയുന്നതാണ്. കരിമ്പുളി ഉണങ്ങാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ച കരിമ്പുളിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ പാളക്കകത്ത് വെച്ചിരിക്കുകയാണ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. വെള്ളം തിളച്ചിട്ടുന്നതാണ്. ഇതേപോലെ കരിമ്പുളി തിരിച്ചാണ് വെക്കുന്നത്. ഒരു 3-4 വേള വിട്ടിട്ട് പുറത്തേക്ക് നീക്കി വയ്ക്കും. അതിന് കട്ടി ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് വേറെ എടുക്കാനാണ് പരിപാടി. അതേപോലെ നമ്മളിപ്പോൾ വെച്ചെന്നൊരു 4 വിട്ടിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. ആദ്യം മറച്ചു വെച്ചു, ഇപ്പം നമ്മൾ തിരിച്ചു വയ്ക്കുകയാണ്. കരിമ്പുളി ലൂസായി പോകാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു വണ്ടിക്ക് കൂട് വയ്ക്കുന്ന പോലെ നമ്മൾ ചെറിയൊരു കൂട് നമ്മളവിടെ വെച്ച് കൊടുക്കുകയാണ്. വേള വെച്ച് നമ്മൾ അത് നീങ്ങിപ്പോയിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അതാണ് പരിപാടി.
ആദ്യം മുടഞ്ഞിട്ട് വന്നല്ലേ കരിമ്പളി പൊട്ടാതെ വേളയും പൊട്ടാതെ മൂല മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം മൂട് വെച്ച പോലെ ഒരു നമ്മളൊരു വെച്ച് മുറുക്കി കൊടുക്കുകയാണ്. അടുത്ത മൂല മടക്കാറായില്ലേ? ഇതാണ് നമ്മളിപ്പോൾ മൂല മടക്കിയത്. ഇനിയിപ്പം ഈ 3 മൂലയും കൂടെ മടക്കാൻ മടക്കണം. ഓയിൽ ചേർക്കുന്നതാണ് കൂട്ട് ചേർക്കുന്നത്. പക്ഷെ ഇത് മെടഞ്ഞു തുടക്കത്തിൻ്റെ കരിമ്പിൾ വെച്ച് കൊണ്ടുപോയെടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു കരിമ്പിളയും കൂടെ ഉള്ളൂ. ഇതാണ് തീർന്നില്ല, ഇനി കുറച്ചുകൂടെ പരിപാടി ഉണ്ടാകും. ഇതാണ് ഗൈസ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി ഇത് പണി തീർന്നില്ല, ഇനിയും പണി അടക്കാണ്. ചെറിയൊരു മുറമാണ് ഗൈസ് അതിൻ്റെ സംഭവം. നമുക്ക് കാണാം. തേര് കെട്ടുന്നത് എന്നത് കെട്ടുന്നത് ഇതിൻ്റെ ഫൈനൽ പരിപാടിയാണ് ഗൈസ്. ഇങ്ങനെ മടക്കി മടക്കി താഴത്തേക്കാക്കും. ചേർത്ത് വെച്ച് കുതിർത്തി നമ്മൾ കൊടുക്കണം. ഉണങ്ങാതിരിക്കാൻ
ഇതെന്നാ സംഭവം? ഒരു വളച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞാൽ മതി, കാണിച്ചാൽ മെടഞ്ഞ് തീർക്കുമ്പോൾ അഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് വെച്ച് വലിച്ചു മുറുക്കി വെക്കാം. അതായത് ഈ കരിമ്പുളി കറങ്ങി തിരിച്ച് ഇവിടെ വന്ന് അതിൻ്റെ അകത്ത് കയറ്റി വലിച്ചു മുറുക്കാൻ. ഓക്കെ, മെടഞ്ഞതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വേള രണ്ടെണ്ണം വളച്ച് ഇങ്ങനെ ഈ വെച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് വലിച്ചു മുറുക്കാനാണ്. രണ്ട് താഴെ മേളിൽ ഒരു 4 വെച്ചിരിക്കുന്നത്. നല്ല നീട്ടമുണ്ട്, അതുകൊണ്ട് മുറിച്ച് കളയാണ്. ഞാൻ അതിൻ്റെ ഇടയിലേക്ക് അതേപോലെ വെച്ചിട്ട് നമ്മൾ വലിച്ചു മുറുക്കി കഴിഞ്ഞാൽ അവിടെ സംഭവം ഓക്കെ. അടുത്തതും കൂടെ മുറിച്ച് കളയാണ്. പരിപാടി തിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ.